പ്രക്ഷോഭം സ്വാതന്ത്ര്യദിനം വരെ തുടരണം. നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വരരുത്. നരേന്ദ്രമോദിയുടെ ആജന്മശത്രു ഗുർപത്വന്ത് സിംഗ് പന്നൂൻ പാർട്ടികൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച രംഗത്ത്. ലക്ഷ്യം കലാപവും മോദിയുടെ പതനവുമാണ് എന്ന് ഒന്നുകൂടി ഉറപ്പായിരിക്കുകയാണ് പന്നൂന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ. ദില്ലി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ധനസഹായവുമായി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഖാലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് പ്രക്ഷോഭകർക്ക് $10 ലക്ഷം, അതായത് ഏകദേശം 8.3 കോടിയിലധികം രൂപ സാമ്പത്തിക സഹായം നൽകും എന്നാണ് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദി ഗുർപത്വന്ത് സിംഗ് പന്നൂന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ പ്രഖ്യാപനം. പ്രതിഷേധങ്ങളെ രാജ്യത്തിന്റെ ക്രമസമാധാനത്തിനെതിരെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. ഇന്ത്യയിൽ ആഭ്യന്തര കലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കാനുമൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. വിദ്യാർത്ഥി സമരങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുണ്ട്, അനാർക്കിസ്റ്റ് സംഘടനകളുടെ സാമ്പത്തിക കരങ്ങളുണ്ട് എന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സന്ദേശവുമായി SFJ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി യാതൊരു ചർച്ചയും നടത്തരുത് എന്നാണ് സമരക്കാരോട് ഭീകര നേതാവ് ആഹ്വാനം ചെയ്യുന്നത്. പ്രതിഷേധം ഓഗസ്റ്റ് 15 വരെ തുടരണം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഇയാൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ വിദേശത്ത് നിന്ന് വൻതോതിൽ പണം ഒഴുകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റുക, ഇതാണ് ഈ ഖാലിസ്ഥാൻ അജണ്ടയാണ് ഇന്ത്യയിൽ നിരോധിത സംഘടനയെ SFJ മുന്നോട്ട് വെക്കുന്നത്. സിഖ് ഫോർ ജസ്റ്റിസ് ഇന്ത്യ നിരോധിച്ച സംഘടനയാണ്. ഗുർപത്വന്ത് സിംഗ് പന്നൂനെതിരെ ഇന്ത്യയിൽ വിവിധ കേസുകളും നിലവിലുണ്ട്. ഇതുപോലെ ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ പങ്കാളിത്തവും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമിയും CJPക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഓഗസ്റ്റ് 15 വരെ പ്രതിഷേധങ്ങൾ തുടരണമെന്നും ഖാലിസ്ഥാൻ അനുകൂല സംഘടന ആഹ്വാനം ചെയ്യുന്നു. SFJ മേധാവി ഗുർപത്വന്ത് സിംഗ് പന്നൂൻ പുറത്തിറക്കിയ സന്ദേശത്തിൽ സാമ്പത്തിക സഹായം 2 വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്നും സംഘടന പറഞ്ഞു. CJP പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരുമായുള്ള ഒരു ചർച്ചയും നിരസിക്കുകയും സ്വാതന്ത്ര്യദിനം വരെ അവരുടെ പ്രക്ഷോഭം തുടരുകയും വേണം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ എതിർക്കാൻ പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്ത പന്നൂൻ ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിക്ക് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നത് തടയാൻ SFJ ശ്രമിക്കുമെന്നും അവകാശപ്പെടുന്നു. പ്രക്ഷോഭത്തെ രാജ്യവിരുദ്ധ ശക്തികൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തെയും ലക്ഷ്യങ്ങളെയും സംശയനിഴലിലാക്കിയിരിക്കുകയാണ്. ദില്ലിയിലെ തെരുവുകളിൽ ഈ അടുത്ത കാലത്ത് പോലീസിന് നേരെ കല്ലേറുകളും അതുപോലെ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും പ്രോത്സാഹനം, സാമ്പത്തിക സഹായം ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. പരീക്ഷാ അട്ടിമറികളിൽ നിയമ നടപടിയും സഭയിൽ ചർച്ചയും ഉറപ്പു നൽകിയിട്ടും അനാവശ്യമായ പിടിവാശികളാണ് ഇത് എന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. സമരാനുകൂലികൾ വ്യാജ പ്രചാരണങ്ങളിലൂടെ പ്രക്ഷോഭം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഭീകര സംഘടന SFJ നൽകിയ പരസ്യ പിന്തുണയെക്കുറിച്ചും വിദേശ ഫണ്ടിങ്ങിനെക്കുറിച്ചും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ അന്വേഷണ ഏജൻസിയും ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ.